ജൈവ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ആഹാരാവശിഷ്ടങ്ങൾ അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാൻ ലളിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു ഉപാധി എന്ന നിലയിലാണ് ഇൻഡോർ പൈപ്പ് കമ്പോസ്റ്റിംഗ് രീതി ശ്രദ്ധേയമാകുന്നത്. 10-12 ഇഞ്ച് വാവട്ടമുള്ള ഒരു ചെടിച്ചട്ടി, ചാണകവും മണ്ണും കൂട്ടിക്കലർത്തിയ മിശ്രിതം, 8 ഇഞ്ച് വ്യാസവും 1 മീറ്റർ നീളവുമുള്ള ഒരു PVC പൈപ്പ്, അതിന്റെ മൂടി, ഇനോക്കുലം പൗഡർ എന്നിവയാണ് ഇതിന് വേണ്ടത്. ചെടിച്ചട്ടിയിൽ ചാണകവും മണ്ണും ചേർന്ന മിശ്രിതം നിറയ്ക്കുക. പൈപ്പ് മറിഞ്ഞു വീഴാത്ത രീതിയിൽ ഇതിൽ ഉറപ്പിച്ചു നിർത്തുക. വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ തലവേദനയാകാതെ മികച്ച വളമാക്കി മാറ്റി ഉപയോഗിക്കുവാൻ ഈ കമ്പോസ്റ്റിംഗ് രീതി ഏറെ സഹായകരമാകുന്നു. അധിക ചെലവില്ലാതെ വീട്ടിലെ ആഹാരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ സംസ്കരിച്ച് വളമാക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പൈപ്പിനുള്ളിൽ 1-2 ഇഞ്ച് ഘനത്തിൽ ഇനോക്കുലം വിതറുക. ഓരോ ദിവസവും ഉണ്ടാകുന്ന അധികം നനവില്ലാത്ത ആഹാരാവശിഷ്ടങ്ങൾ പൈപ്പിനുള്ളിൽ നിക്ഷേപിക്കുക. കഞ്ഞിവെള്ളം, കറിയുടെ ചാറ് തുടങ്ങി ദ്രാവക രൂപത്തിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുക. മാലിന്യങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞ് അതിന്റെ മുകളിലായി ഇനോക്കുലം പൗഡർ വിതറി പൈപ്പ് മൂടിവെക്കുക. ഏകദേശം 25-30 ദിവസങ്ങൾ കൊണ്ട് പൈപ്പ് നിറയുന്ന തരത്തിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടത്. മഴ കൊള്ളാത്ത സ്ഥലത്ത് ഈ സിസ്റ്റം സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പൈപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു സിസ്റ്റം ഇതുപോലെ തയ്യാറാക്കി ഉപയോഗിക്കാം. ഏകദേശം 60 ദിവസങ്ങൾ കഴിയുമ്പോൾ മാലിന്യങ്ങൾ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാകും. ഇത് പുറത്തെടുത്ത് ചെടികൾക്ക് വളമായി ഉപയോഗിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 8943710720 എന്ന നമ്പറിൽ സഹൃദയവുമായി ബന്ധപ്പെടാവുന്നതാണ്.